ഇത്തവണത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു ഇലക്ഷനാണ്. അറ്റ് ദ സെയിം ടൈം ഇപ്പം നമ്മൾ തൃശ്ശൂരിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തൃശ്ശൂർ ഏറ്റവും കൂടുതൽ ആളുകൾ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരു സ്ഥലം ആണെന്ന് കൂടി വേണമെങ്കിൽ പറയാം. അപ്പോൾ കഴിഞ്ഞ തവണയാണെങ്കിൽ സുരേഷ് ഗോപി വിജയിച്ച് അവിടെ വന്നു. പുള്ളീനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു BJPക്ക് അവരുടെ ഒരു പവറൊക്കെ കാണിക്കാൻ പറ്റിയ ഒരു ആദ്യത്തെ ഒരു ആളാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പുള്ളിക്കാരൻ അധികാരത്തിൽ വന്നു. അപ്പോൾ അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി വെക്കാൻ പറ്റിയൊരു സ്പേസ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയൊരു സമയം. അറ്റ് ദ സെയിം ടൈം പത്മജ കഴിഞ്ഞ തവണ പുള്ളിക്കാരത്തെ അവിടെ തോറ്റ ഏകദേശം 3000 വോട്ടിനടുത്ത് എന്തോ ആണ്. ഇത്തവണ പുള്ളിക്കാരത്ത് BJPയുടെ പക്ഷത്തുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും തൃശ്ശൂരിലെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം, എങ്ങനെയായിരിക്കും തൃശ്ശൂരിലെ വിജയവും തോൽവിയൊക്കെ എങ്ങനെയാണ് ചേട്ടൻ എന്നെ വിലയിരുത്തണേ? നമ്മൾ ഇത്തവണ ഹർഷ പറഞ്ഞ പോലെ തൃശ്ശൂർ ഒരു സ്പെഷ്യൽ മണ്ഡലം തന്നെയാണ്. പക്ഷെ ഇത്തവണ ഓരോ മണ്ഡലവും വളരെ നിർണായകമാണ്. കാരണം ഇപ്പം പുറത്തു വന്നിരിക്കുന്ന പല സർവേകളും പറയുമ്പോഴത്തേക്ക് ഒരു 5 സീറ്റിൻ്റെയൊക്കെ വ്യത്യാസം, 2 മുതൽ 5 സീറ്റിൻ്റെയൊക്കെ വ്യത്യാസം വരുന്നുള്ളൂ 2 മുന്നണികളും തമ്മിൽ. അതുകൊണ്ട് തന്നെ ഓരോ മണ്ഡലവും നിർണായകമാണ്. ഇപ്പോൾ തൃശ്ശൂരിലേക്ക് നമ്മൾ വരുമ്പോൾ ഇപ്പോൾ ഹർഷ നേരത്തെ ചോദിച്ച പോലെ സുരേഷ് ഗോപിയുടെ പേര് വന്നു. 2024 ലോക്സഭയിൽ തിരഞ്ഞെടുപ്പിൽ BJP ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് നേടി വിജയിച്ചു. അതാണ് അവരെ സംബന്ധിച്ച് വലിയ ക്രെഡിറ്റ് തന്നെയാണത്. പക്ഷേ ആ സാഹചര്യം ഇപ്പോൾ ഉണ്ടോ, BJPക്ക് ഒരു മേൽക്കൈ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ആൾക്കാർക്ക്. അവിടെ BJPക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അവിടെ വരുന്നത്. പക്ഷേ നമ്മുടെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം നോക്കുകയാണെങ്കിൽ BJPക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സുരേഷ് ഗോപി അവിടെ വിജയിച്ചു എന്ന് പറയുന്നത് സുരേഷ് ഗോപി നേരെ ചെന്ന് എടുക്കുമല്ലായിരുന്നത്. സുരേഷ് ഗോപി പല തവണയായിട്ട് ചോദിച്ച് വാങ്ങിച്ചെടുത്ത കിട്ടി, അത് സമ്മതിച്ചു, കിട്ടി. പക്ഷെ അത് പല തവണയായിട്ട് ചോദിച്ച് വാങ്ങിച്ചെടുത്താണ്. അവിടെ സുരേഷ് ഗോപി എന്നൊരു വ്യക്തി അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ടുണ്ടായിരുന്നു. നടൻ എന്ന നിലയിൽ ഉണ്ടാകുന്ന ഒരു സൂപ്പർ സ്റ്റാർ നിലയിൽ കിട്ടിയിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. പിന്നെ ഈ തൃശ്ശൂരിൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അവിടെ രാഷ്ട്രീയം മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്നത്. അവിടെ ജാതി മത ഒരു സവർണ ഒരു ഏരിയ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പലതും ഉണ്ട്. കാരണം അത് ഒരിക്കലും BJPക്ക് വളരെ പൊളിറ്റിക്കലി നേടിയൊരു വിജയമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല, രാഷ്ട്രീയ വിജയമായിട്ട് ഞാൻ കാണുന്നില്ല. അതിൽ പലതും ഉണ്ട് നമുക്ക് പറയാനായിട്ട് ഉണ്ട്. പക്ഷേ ഞാൻ ഹർഷ ചോദിച്ചതിന് ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്ന കാര്യങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കില്ല എന്ന് നമുക്ക് 100% പറയാം. അവിടുത്തെ ഫൈറ്റ് ഇടതുപക്ഷവും കോൺഗ്രസും, അതായത് CPIയും കോൺഗ്രസും ആണ് അവിടെ മത്സരിക്കുന്നത്. പത്മജിക്ക് വലിയ കാര്യങ്ങൾ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊക്കെ പോയി. തൃശ്ശൂരിന് നമ്മളെപ്പോഴും പറയുന്നത് കരുണാകരൻ്റെ അത് അങ്ങനെയല്ലേ, അതൊന്നും ഇല്ല അവിടെ. ഇല്ല. അതെ, അത് അവിടെ CPIയും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിരിക്കും നടക്കുന്നത്. BJPക്ക് പറഞ്ഞ പോലെ വലിയ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. അവർ 3-ാം സ്ഥാനത്തായിരിക്കുള്ളൂ. ഇത്തവണ പൊട്ടിപ്പാളീസാവും BJP. പിന്നെ പൊട്ടിപ്പാളീസ് വെച്ചാൽ അവർ 3-ാം സ്ഥാനത്തേക്ക് പോകും. അതേപോലെ തന്നെ ഇപ്പം സാംസ്കാരിക നായകന്മാരൊക്കെ ഇലക്ഷന് വരിക അല്ലെങ്കിൽ സജീവമായിട്ട് ഇത്തരം ചർച്ചകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് കവി ആലങ്കോട് അദ്ദേഹത്തിനൊരു സിറ്റിംഗ് സ്ഥാനം ഉണ്ടാകും എന്നുള്ളൊരു ചർച്ചകളൊക്കെ വരുന്നു, അല്ലെങ്കിൽ ഉണ്ടാകും എന്നുള്ളതുണ്ട്. ഇപ്പോൾ ഈ ഇലക്ഷൻ ആണെങ്കിലും സാംസ്കാരിക നായകന്മാരെയൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഇപ്പം ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന് പറഞ്ഞ കവിയൊക്കെ മത്സരിപ്പിക്കുന്നു നമ്മൾ. അപ്പോൾ അറ്റ് ദ സെയിം ടൈം പഴയ ബാലചന്ദ്രൻ, സിറ്റിംഗ് MLA ആയിരുന്ന ബാലചന്ദ്രൻ സാറിന് ഇല്ല ഈ ഒരു പിക്ചറിൽ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇലക്ഷനെ ബാധിക്കുക? എന്തായിരിക്കും ഇത്തരം കാര്യങ്ങളുടെ റിസൾട്ട്? അല്ല, ഇതിനെ ബാധിക്കുന്നതല്ല, ഇതൊരു പൊളിറ്റിക്കൽ തീരുമാനങ്ങളാണല്ലോ വരുന്നത്. കാരണം തൃശ്ശൂർ നമ്മൾ ഓരോ മണ്ഡലത്തിനും അതിന് അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നുള്ളതാണ് പാർട്ടികളുടെ ആദ്യത്തെ വിജയം. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ സിറ്റിംഗ് MLA ആയിരുന്നു ബാലചന്ദ്രനെ മാറ്റുന്നതിന് പാർട്ടിക്ക് കാരണം ഉണ്ടായിരിക്കും. അതൊരു ദോഷം ഉണ്ടാക്കത്തില്ല. കാരണം പകരം വളരെ ഇപ്പോൾ ഒരു വലിയൊരു ഫിഗറിനെ മാറ്റിയിട്ട് നമുക്ക് ഇപ്പം എതിർപ്പ്, ഇപ്പം നാട്ടിക, അത് തന്നെ മണ്ഡലമുള്ള തൃശ്ശൂരിൽ തന്നെ നാട്ടിക, അവിടെ സിറ്റിംഗ് MLA ആയിരുന്നു മുകുന്ദനെ മാറ്റുന്നു. എന്നിട്ട് മുൻ MLA ആയിരുന്നു CPIയുടെ തന്നെ മുൻ MLA ആയിരുന്ന ഗീതാ ഗോപിയെ കൊണ്ടുവരും. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ഈ വിമർശനം ഉണ്ടാകുന്നു. ഏത് മുകുന്ദൻ അതിനെതിരെ വരുന്നു, മുകുന്ദൻ രാജിവെക്കുന്നു, മുകുന്ദൻ സ്വന്തമായിട്ട് വരുന്നു, മറ്റേ ഗീതയ്ക്കെതിരെ ആരോപണങ്ങളൊക്കെ വരുന്നു. അങ്ങനത്തെ ഒരു തരത്തിലുള്ള ചിലയിടത്തൊക്കെ അങ്ങനെ സംഭവിക്കാം. അപ്പം പക്ഷേ ഇവിടെ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു പൊട്ടിത്തെറികളൊന്നും ഇല്ല. ബാലേന്ദ്രൻ സാർ ഒരു വളരെ സാധുവായിട്ടുള്ള മനുഷ്യനാണ്. കാരണം തൃശ്ശൂർ എന്ന് പറയുന്നത് തൃശ്ശൂരിലെ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് തൃശ്ശൂർ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസി
ഏതെങ്കിലും ഇടതുപക്ഷത്തിന് വലിയ മേൽക്കോയ്മയുള്ള മണ്ഡലമൊന്നുമല്ല. കാരണം അവിടെ എന്തും സംഭവിക്കുക എന്നുള്ള ഉദാഹരണമാണ് തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തല്ലേ. കാരണം തൃശ്ശൂർ കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്, അല്ല കോൺഗ്രസ് എടുത്തിട്ടുണ്ട്, CPI എടുത്തിട്ടുണ്ട്, അപ്പൊ ഇപ്പൊ പിന്നെ സുരേഷ് ഗോപി BJP എടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കുക? അപ്പൊ അവിടെ ഒരു കാൻഡിഡേറ്റ്, നല്ല കാൻഡിഡേറ്റിനെ കൊണ്ടുവരിക എന്നുള്ളത് പാർട്ടി തീരുമാനിക്കും. അപ്പൊ അത് നല്ല കാൻഡിഡേറ്റ് ആണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഏത് ലീലാകൃഷ്ണൻ സാറ് നല്ലൊരു കാൻഡിഡേറ്റ് ആണെന്ന് ചോദിക്കുമ്പോൾ പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു യുദ്ധത്തിന് പറ്റിയ ഒരു പോരാളിയാണോ എന്നുള്ളതാണ്. വ്യക്തിപരമായിട്ടല്ല ഞാൻ പറഞ്ഞത്. ലീലാകൃഷ്ണൻ സാറെ നമ്മളെല്ലാവരും ആരാധിക്കുന്ന, എല്ലാവർക്കും ബഹുമാനീയനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കും അദ്ദേഹം ഒരാളെ ജയിക്കണമെന്ന്. പക്ഷെ അങ്ങനെയല്ല രാഷ്ട്രീയത്തിൽ അങ്ങനത്തെ ഒരു സെന്റിമെന്റ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പം സാംസ്കാരിക നായകന്മാർ വരുന്നു നിൽക്കുമ്പോൾ ആ മണ്ഡലത്തിന്റെ ഒരു പൊതു സ്വഭാവങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും പാർട്ടിയുടെ തീരുമാനമെടുത്തത്. എൻ്റെ ഒരു ഇതിൽ ഒരു അസാരസ്യങ്ങളൊന്നും ഇല്ല തന്നെ ബാലേന്ദ്ര സാറ് പോയതിൽ. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ തൃശ്ശൂർ ഇത്തവണ മാറാം എന്നുള്ളൊരു ചാൻസ് ഉണ്ട്. അതായത് ഇടതുപക്ഷത്തിൻ്റെ CPIയുടെ മണ്ഡലമായിരുന്നു, ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലമായിരുന്ന തൃശ്ശൂർ അപ്പുറത്തേക്ക് പോയേക്കാം എന്നൊരു ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം അവിടെ നോക്കുമ്പോൾ അവർക്ക് ആപ്റ്റായിട്ടുള്ള ഒരാളെ ആയിരിക്കാം ലീലാകൃഷ്ണൻ സാറെന്ന് തോന്നിയിട്ടായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ എനിക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയമായിട്ടുള്ള കുറച്ചും കൂടി ഒരു രാഷ്ട്രീയക്കാരനെ തന്നെ, പക്ക ഒരു രാഷ്ട്രീയക്കാരനെ തന്നെ അവിടെ കൊണ്ടുവന്നിരുന്നാൽ കുറച്ചും കൂടി നേട്ടം CPIക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ CPI ഒരുപക്ഷെ ഈ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് പെർഫോമൻസിലേക്ക് അവർക്കൊരു ഭയം വന്നിട്ടുണ്ടാവായിരിക്കാം തൃശ്ശൂരിൽ. അപ്പൊ ഒരു പൊതുസമ്മതനായിട്ട് ഒരാൾ വരട്ടെ എന്നുള്ളതായിരിക്കും. അങ്ങനെ കലാകാരൻ എനിക്കൊന്നും ഹർഷ ഈ കലാകാരന് എന്തെങ്കിലുമൊക്കെ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കേരള അത് തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഉത്തർപ്രദേശിലോ ഒക്കെ നമുക്ക് ഉത്തർപ്രദേശല്ല, ഉത്തരേന്ത്യയിലേക്ക് നടക്കുമായിരിക്കും. അപ്പം നമുക്ക് പക്ഷേ ഈ കേരളത്തില് ഈ കലാകാരൻ സാംസ്കാരിക നായകനൊക്കെ വന്നിട്ട് ഈ പറയുന്നത്, കാരണം ഫേസ്ബുക്കിൽ നമുക്ക് കിട്ടുന്ന പിന്തുണയൊക്കെ വച്ചിട്ട് നമുക്കൊരു മണ്ഡലത്തില് വിജയിക്കാൻ പറ്റുമെന്ന്. സ്വരാജിന്റെ കാര്യം അത് നോക്കുകയാണെങ്കിൽ നമുക്കത് അതുമായിട്ട് അതെ അതെ കാരണം പുള്ളിക്ക് ഭയങ്കര പേരും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വിപ്ലവ നായകൻ ആ ഒരു ഇമേജ് ഉണ്ടായിട്ട് സ്വന്തം ബൂത്തിൽ പോലും അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റാത്ത അവസ്ഥ. സ്വരാജ് ഞാൻ പറഞ്ഞു, സ്വരാജ് എന്റെ അഭിപ്രായത്തിൽ സ്വരാജ് സോഷ്യൽ മീഡിയ വിപ്ലവ നായകൻ എന്നൊരു പ്രേമത്തോട് ഞാൻ യോജിക്കുന്നൊന്നുമില്ല. അദ്ദേഹം യഥാർത്ഥത്തിലെ ഒരു മനസ്സിലാവും. ഓക്കെ, അദ്ദേഹം സ്വരാജ് എന്ന് പറഞ്ഞ ഒരു അടിമുടി പാർട്ടിക്കായിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തനം നല്ലൊരു നേതാവാണ്. കാരണം അദ്ദേഹം പിന്നെ തൃപ്പൂണിത്തുറ പോലത്തെ ഒരു മണ്ഡലത്തിൽ വന്നു, അവിടെ ജയിച്ചു, MLA നിലയിൽ നിയമസഭയിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു പക്ഷെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഒരു ബുദ്ധിജീവി ഇമേജ് അല്ലെങ്കിൽ ഉണ്ട്. അപ്പൊ അത് രീതിയിൽ നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനുള്ളത്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ഈ ഒരു സപ്പോർട്ടും അല്ലെങ്കിൽ ഈ കലാകാരന്മാരുടെ കൂട്ടായ പിന്തുണയൊന്നും കൊണ്ടിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരത്തിന് ജയിക്കുക എന്നുള്ളത് സ്വരാജ് ഒരു ഉദാഹരണം തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ ഈ ലീലാകൃഷ്ണൻ സാറ് ഇവിടെ വരുമ്പോൾ തന്നെ പല സാഹിത്യകാരന്മാരും അദ്ദേഹത്തിന് പിന്തുണ വന്നിട്ടുണ്ട്, ജയിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഫലം ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനൊരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ VS സുനിൽകുമാർ ലോകസഭാ മണ്ഡല മത്സരത്തിന് ഇറങ്ങിയപ്പോൾ തൃശ്ശൂർ ഇറങ്ങിയപ്പോൾ ഇതുപോലെ തന്നെ എഴുതുന്ന കൂട്ടായ്മ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ. മനസ്സിലായില്ലേ? പക്ഷെ എന്താ സംഭവിച്ചത്? നേരത്തെ ഹർഷ പറഞ്ഞ പോലെ സുരേഷ് ഗോപിജി അത് കൊണ്ടുപോയി. റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അത് മാത്രല്ല, വേറെയും സാംസ്കാരിക നായകന്മാർ ഇലക്ഷനിൽ പങ്കെടുത്ത് വളരെ ദയനീയമായി പരാജയപ്പെട്ട കുറുപ്പി സാറും മത്സരിച്ച് തോറ്റുപോയതാ. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അദ്ദേഹത്തോട് വിയോജിപ്പുണ്ടോ? നമ്മളൊക്കെ നമ്മുടെ എല്ലാവരും ആരാധിക്കുന്ന മനുഷ്യനല്ലേ? തോറ്റുപോയില്ലേ? സുകുമാര അഴീക്കൂടിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടോ? തോറ്റുപോയില്ലേ? അപ്പം കവി ആയതുകൊണ്ടിട്ട് സാംസ്കാരിക തലസ്ഥാനം എന്നുള്ളൊരു പേരുണ്ടായിട്ട് അവിടെ ഒരു സാംസ്കാരിക നായകൻ വന്നാൽ മത്സരിച്ചാൽ ജയിക്കും എന്നൊന്നും പൊളിറ്റിക്കൽ വോട്ട് തന്നെ ആയിരിക്കും. പിന്നെ രണ്ട് കാര്യമുണ്ട്. തൃശ്ശൂര് നമ്മൾ ഈ മണ്ഡലം അവിടെ രാഷ്ട്രീയം ഇടപെടുന്നത് പോലെ തന്നെ അവിടെ ജാതിമത സമവാക്യം ഉള്ള സ്ഥലമാണ്. അപ്പം ഇതൊരു ദോഷം ചെയ്യില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ അവരെ മാറ്റുന്ന കാര്യങ്ങളൊന്നും ദോഷം മാറ്റില്ല. ശരിക്കും ഞാൻ അതിനോട് യോജിക്കുന്നില്ല കേട്ടോ. ഇപ്പൊ ഈ മാധ്യമ ഈ പ്രയോഗം ഇല്ലേ, ബാലചന്ദ്രനെ മാറ്റി മുകുന്ദനെ മാറ്റി എന്നൊക്കെ പറഞ്ഞു. ഇത് മാറ്റുകയല്ല, പാർട്ടികളാണല്ലോ തീരുമാനിക്കുന്നത്. അവർക്ക് പകരം ഒരാളെ കൊണ്ടുവരിക.
ഇപ്പം CPI കർശനമായിട്ടുള്ള ടൈം വ്യവസ്ഥകളൊക്കെ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ ഇളവ് കൊടുക്കുകയാണ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പുതിയ ആൾക്കാരെ തന്നെ കൊണ്ടുവരുന്നവർ. ഇപ്പം ഈ സുനിൽകുമാർ മത്സരിച്ചെടുത്തിട്ടാണ് മൂന്നാമതൊരു ടൈം കൊടുക്കാതെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ബാലേന്ദ്രൻ സാറിനെ കൊണ്ടുവരുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇത് മാറ്റി എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. അതിനെ ഒരു നെഗറ്റീവായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുകയാണ്. ഈ മാറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ആ സപ്പോർട്ട് കഴിഞ്ഞ അദ്ദേഹത്തെ മാറ്റിയിട്ടാണല്ലോ ഇവരെ കൊണ്ടുവരുന്നത്. അപ്പം മാറ്റി ഒരു നെഗറ്റീവ് അർത്ഥത്തിലാണ് ഇവർ പ്രയോഗിക്കുന്നത്. ഞാൻ എന്നോട് ചോദിക്കുന്നില്ല. അപ്പം അത്തരത്തിലൊരു ദോഷവും ഉണ്ടാവാൻ പോകുന്നില്ല, ഒരു ഇമ്പാക്ട്. അല്ല, ആ ബാലേന്ദ്രനെ മാറ്റി ലീലാകൃഷ്ണനെ കൊണ്ടുവന്നു എന്നതുകൊണ്ട് CPI തിരിച്ചിട്ടുണ്ടാകത്തില്ല. പക്ഷെ അവിടെ തൃശ്ശൂരിൽ അവിടെ UDF ഒരു മേൽക്കൈ ഇത്തവണ പ്രവചിക്കപ്പെടുന്നുണ്ട്. ആ രീതിയിൽ ഈ ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റിന് എത്രത്തോളം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും എന്നതിൽ എനിക്ക് സംശയമുണ്ട്. ഇനി ഇപ്പുറത്ത് കാര്യങ്ങൾ കൂടെ അറിയണം. ഇപ്പൊ CPIയുടെ സിറ്റിംഗ് ഒരു മണ്ഡലമാണല്ലോ തൃശ്ശൂർ എന്ന് പറയുന്നത്. അപ്പം ഈ തൃശ്ശൂര് ബാക്കി കാര്യങ്ങളൊക്കെ സേഫ് ആണോ? എങ്ങനെയാണ് LDFന്റെ ഒരു സ്ഥാനം? ഇപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 21 ഏതാണ്ട് ഒരു സീറ്റ് മാത്രമാണ് തൃശ്ശൂർ ജില്ലയിൽ, ചാലക്കുടി മാത്രമാണ് പോയത്. ബാക്കി എല്ലാം തൃശ്ശൂർ CPI ഇടതുപക്ഷം പിടിച്ചു. ഇത്തവണ സേഫ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും അതേപോലെ സേഫ് അല്ല. പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലം, സംസാരിച്ച തൃശ്ശൂർ മണ്ഡലത്തിൽ. കാരണം അവിടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഫലം നോക്കുമ്പോൾ തന്നെ കോൺഗ്രസിന് അനുകൂലമാണ്. അതുപോലെ അവിടെ വരുന്നത് ഇപ്പം പറഞ്ഞു കേൾക്കുന്നതാണെങ്കിൽ TV ചന്ദ്രമോഹൻ സാറാണ്, UDF ചെയർമാനുണ്ട്, രാജൻ പല്ലൻ, A പ്രസാദ്, അങ്ങനെ നല്ല പേരുകളാണ്. കാരണം അവിടെ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാക്കളെയാണ് ഇവർ പറയുന്നത്. അപ്പം പൊതുവായിട്ട് എല്ലാവർക്കും കൂടെ അഭിപ്രായമുള്ള ആൾക്കാരെ ആരെങ്കിലും ആയിരിക്കും വിടുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ നേതാവിനെ നേരിടുക ലീലാകൃഷ്ണനെ പോലുള്ള ആൾക്ക് എത്രത്തോളം സാധ്യമാകുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്ത് ആരാണെന്നുള്ളത് പത്മജിയാണെങ്കിൽ BJPക്ക് എനിക്ക് തോന്നുന്നില്ല BJPയുടെ വോട്ട് സുരേഷ് ഗോപി പിടിച്ചതുപോലെ പത്മജിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കരുണാകരൻ്റെ മകളാണെന്നുള്ള ലേബലൊന്നും ഒന്നും അവിടെ കിട്ടത്തൊന്നുമില്ല. ആ ലേബലിലൊന്നും ജയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പത്മജിയൊക്കെ ഒരു അവർ മത്സരിക്കുകയാണെങ്കിൽ അവർ 3ാം സ്ഥാനത്തേക്ക് പോകും. ഒരു നമ്മൾ കവി സ്വപ്നം കാണുന്നത് പോലത്തെ ഒരു ഫലം ഉണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. തൃശ്ശൂർ ടൈറ്റ് മത്സരം തന്നെ ആയിരിക്കും വരിക. എന്നാലും ഒരു സേഫ് ആയിരിക്കും എന്ന് ഞാൻ പറയില്ല. CPIക്ക് സേഫ് ആണ് എന്ന് ഞാൻ പറയുന്നില്ല. രാഷ്ട്രീയ നിരീക്ഷണമാണ്. രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കാം. അപ്പൊ ഈ പറഞ്ഞ തന്നെയാണ് നമുക്കും പറയാനുള്ളത്. രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കാം, തൃശ്ശൂരിന് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.